നമ്മൾ ഇതുവരെയും ചെയ്ത 2 ഡയമെൻഷണൽ ബോഡി ആണെങ്കിൽ എങ്ങനെയാണ് റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം നമ്മുടെ ബോഡി, എല്ലാ ബോഡികളും എല്ലാ ഒബ്ജക്റ്റും തന്നെയാണ് 3 ഡയമെൻഷനിൽ തന്നെയാണ്. സപ്പോസ് നിങ്ങൾക്ക് ഒരു 3 ഡയമെൻഷണൽ അനാലിസിസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് വെക്ടർ വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. 3 ഡയമെൻഷൽ സിസ്റ്റമിക് സ്പേസ് ആണെങ്കിൽ നമുക്ക് വേണം ഈ ഒരു കണ്ടീഷൻ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഇതുവരെയും ചെയ്തൊക്കെ എന്തായിരുന്നു? 2 ഡയമെൻഷൽ ആയിരുന്നു. അപ്പൊ നമുക്ക് ഇനി നോക്കാം എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ എങ്ങനെയാണ് ഒരു റിസൾട്ടന്റ് ഫോഴ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബട്ട് നമ്മുടെ ഡിഫറൻസ് എന്താ? ഇവിടെ തന്നിരിക്കുന്ന ഒരു ബോഡി 3 ഡയമെൻഷണൽ ബോഡിയാണ്. നമ്മൾ റിസൾട്ടന്റ് കണ്ടുപിടിച്ചിരുന്നു ഒരു റെക്ടാങ്കിൾ തന്നിട്ട്. ബിക്കോസ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. എന്നിട്ട് ആ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം നമുക്ക് തന്നു. നമ്മൾ അതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിച്ചു ബൈ യൂസിംഗ് ദ ഫോർമുല സ്ക്വയർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ് ആർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് sigma fx square plus sigma fy square. But here we have a 3 dimensional object. അല്ലെ, ഒരു 3 dimensional ബോഡിയാണ് നമുക്കുള്ളത്. എങ്ങനെയാണ് നമ്മൾ അതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ്, അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ നെറ്റ് എഫക്ട് അല്ലെങ്കിൽ റിസൾട്ടന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നോക്കേണ്ടത്. നമുക്ക് എന്തൊക്കെ തന്നിരുന്നു? 3 ഫോഴ്സസ് തന്നിട്ടുണ്ട്. ഏതൊക്കെ 3 ഡയഗണൽ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഏതൊക്കെയാ? 500 ന്യൂട്ടൺ, 700 ന്യൂട്ടൺ ആൻഡ് 800 ന്യൂട്ടൺ ആർ ആക്ടിങ് along the 3 diagonals of adjacent faces of a cube of side 2 meter. അപ്പൊ നമുക്ക് ക്യൂബ് ഉണ്ട്, ഒരു സൈഡ് 2 മീറ്റർ ആണെങ്കിൽ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് എല്ലാ സൈഡും 2 മീറ്റർ ആണ്. ഇനി അവർ പറഞ്ഞിട്ടുണ്ട് അടുത്തടുത്ത അഡ്ജസ്റ്റന്റ് ഡയഗണലിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളാണ് എന്ത്? 500, 700, 800 ന്യൂട്ടൺ. അതൊക്കെ തന്നിട്ടുണ്ട്. ഏതിനെല്ലാം ആക്ട് ചെയ്യുന്നതൊക്കെ തന്നിട്ടുണ്ട്. മാത്രമല്ല കോർഡിനേറ്റും അവർ തന്നെ തന്നിട്ടുണ്ട്. കോർഡിനേറ്റ് അല്ല, റെഫറൻസ് ആക്സിസ് അവർ തന്നിട്ടുണ്ട്. ഏതൊക്കെയാ റെഫറൻസ് ആക്സിസ് ആയിരുന്നു? എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. അപ്പൊ ഇതെല്ലാ വാല്യൂസും അവർ തന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് റിസൾട്ടന്റ് ഫോഴ്സ് എക്സിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ എങ്ങനെയാണ് വെക്ടർ നമ്മൾ കണ്ടുപിടിക്കണം? ഓരോ ഫോഴ്സ് വെക്ടർ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമ്മൾ ഫോഴ്സ് വെക്ടർ കണ്ടുപിടിക്കാം? എന്നിട്ട് വേണം നമുക്ക് റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ. നമുക്ക് ഫോഴ്സ് വെക്ടർ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഞാൻ പറഞ്ഞു തന്നായിരുന്നു. എന്തായിരുന്നു അത്? ദാറ്റ് ഈസ് എ ഫോഴ്സ് വെക്ടർ. ഏത് ഫോഴ്സ് വെക്ടർ ആണെങ്കിൽ നോക്കിയേ, ഒന്ന് നമുക്ക് ഏതൊക്കെ ഡയറക്ഷൻ ഉണ്ട്? ഒന്ന് ഒ എ, ദെൻ എഫ് ഒ ബി, then FOC. അപ്പൊ ഈ 3 ഫോഴ്സ് വെക്ടറുടെ വാല്യൂ നമുക്ക് കിട്ടും. ആ ഫോഴ്സ് വെക്ടറുടെ വാല്യൂ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ? അതായത് റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. എങ്ങനെ റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കുക? കാരണം ഈ ഫോഴ്സ് വെക്ടറുകളുടെ എന്ത് എടുക്കണം? എനിക്ക് സ്ക്വയർ എടുക്കണം. അപ്പൊ എങ്ങനെ ഞാൻ അത് കണ്ടുപിടിക്കും? നമുക്ക് ഫോർമുല ഉണ്ടായിരുന്നു. എന്താ? ഫോഴ്സ് വെക്ടർ ഈസ് ഈക്വൽ ടു ഓർ എഫ് വെക്ടർ, ഫോഴ്സ് വെക്ടർ in a direction given direction OA. ഏത് ഡയറക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്? OA direction is equal to എന്തായിരുന്നു? magnitude of the force along this direction into അതിന്റെ ഡോട്ട് എന്തായിരുന്നു? യൂണിറ്റ് വെക്ടർ ആയിരുന്നു. അതേ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ നമ്മൾ കണ്ടുപിടിക്കണം. ഇതിനെല്ലാം ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതി തന്നായിരുന്നു. FOA, force vector along OA is equal to, that is magnitude of the force in the same direction dot എന്ത് വേണം? യൂണിറ്റ്, that is unit vector along OA. ഈ OA direction എന്ത് കണ്ടുപിടിക്കണം? യൂണിറ്റ് വെക്ടർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, യൂണിറ്റ് വെക്ടർ along OA. അപ്പൊ നമുക്ക് ഈ എഫിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് OA ഡയറക്ഷനിലെ ഫോഴ്സ് എത്രയാ? ദാറ്റ് ഈസ് 500 ഈസ് ഗിവൺ. OA വാല്യൂ എന്താ? ദിസ് ഇസ് 500. ദിസ് ഇസ് 500. യൂണിറ്റ് വെക്ടർ along OA നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ നമ്മൾ യൂണിറ്റ് വെക്ടർ along OA കണ്ടുപിടിക്കുന്നത്? നമ്മൾ OA, ഇതാണ് നമ്മുടെ പോയിന്റ്. അപ്പൊ ഈ യൂണിറ്റ് വെക്ടർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ നമ്മൾ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണ്ടേ? അതായത് എങ്ങനെ വേണം? ആദ്യം അതിന്റെ പൊസിഷൻ കണ്ടുപിടിക്കണം. ഓയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ പൊസിഷൻ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? 0, 0, 0. ഓക്കെ, ഫൈൻ. ഇനി ഈ എ എന്നുള്ള പോയിന്റ്, ഇതല്ലേ എ എന്നുള്ള പോയിന്റ്, ഇതിന്റെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കണം നമ്മൾ. എ എന്നുള്ള പോയിന്റ്, അതിന്റെ കോർഡിനേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ നമ്മൾ അതിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക? വേണമെങ്കിൽ നോക്കി, ഇഫ് യു വോണ്ട് യു ക്യാൻ ഡ്രോ ഇറ്റ് സെപ്പറേറ്റ്ലി. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാം. സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇവിടെ വരയ്ക്കുകയാണ് കേട്ടോ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഡയഗ്രത്തിന് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്. ദിസ് ഇസ് ഇസഡ് ആക്സിസ് ആൻഡ് ദിസ് വൺ ഈസ് വൈ ആക്സിസ് ആൻഡ് ദിസ് വൺ ഈസ് എക്സ് ആക്സിസ്. ഇതാണ് എക്സ് ആക്സിസ്. ആൻഡ് ദ പോയിന്റ് എ ഈസ് ലൊക്കേറ്റഡ് ഹിയർ. ഇനി from the diagram it is clear that, or from this reference diagram it is very clear that the point A is located in XZ plane. അല്ലെ, ഇത് ഏത് പ്ലെയിനിലാണ് കിടക്കുന്നത്? XZ പ്ലെയിനിലാണ് കിടക്കുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി വൈയുടെ വാല്യൂ എന്തായിരിക്കും? ഈ കോർഡിനേറ്റില് വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും.
ഇനി എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? എക്സ് കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായോ? എങ്ങനെയാ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുക? ഈ എക്സ് ആക്സിസിൽ കൂടെ എത്ര ഡിസ്റ്റൻസ് പോയാലാണ് ഈ പോയിന്റിലേക്ക് എത്താൻ നോക്കുക. ഈ ഒരു ഡിസ്റ്റൻസ് അല്ലേ നമുക്ക് വേണ്ടത്. എത്രയാ ഇത്? ഇത് 2 മീറ്റർ ആണ്. ഇങ്ങനെയല്ലേ കിടക്കുന്നത് നമ്മുടെ ഡയഗ്രാം? ഇങ്ങനെയാണ് കിടക്കുന്ന ഡയഗ്രാം. ദാറ്റ് ഈസ് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആണ്. അപ്പൊ 20. ഇനി ഇസഡിന്റെ വാല്യൂ, ഇസഡ് ഈ ഒറിജിനിൽ ഞാൻ ഈ സെഡ് ആക്സിസ് വഴി പോവാണ്. അങ്ങനെ എ എത്താൻ എത്ര ഇത് വേണം എനിക്ക്? അതും 2 മീറ്റർ തന്നെയാണ്. ഇങ്ങനെയല്ല ഡയഗ്രാം കിടക്കുന്നത്. സോ ഇത് ഈ ഒരു ഡിസ്റ്റൻസും എത്ര തന്നെയാണ്? 2 മീറ്റർ തന്നെയാണ്. സോ 2 മീറ്റർ. അപ്പൊ കറക്റ്റ് അല്ലേ? കോർഡിനേറ്റ് ഓഫ് എ 2,0,2. നെക്സ്റ്റ്, അപ്പൊ എനിക്കിപ്പോ എന്ത് കിട്ടി? എയുടെ കോർഡിനേറ്റ് കിട്ടി. അപ്പൊ ഒ എ. അപ്പൊ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? പൊസിഷൻ വെക്ടർ ഓഫ് ഒ എ കണ്ടുപിടിക്കാം. എങ്ങനെയാ പൊസിഷൻ വെക്ടർ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഒ എ ആണ്. ഒ എ. ഇവിടുത്തെ പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? ഒറിജിൻ 0, 0, 0. ഇത് എത്രയായിരുന്നു? 2,0,2. ഇതായിരുന്നു. ഇതാണ് നമ്മുടെ രണ്ട് പോയിന്റ് ഒയും എയും. എനിക്ക് പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ് ഒ എ കണ്ടുപിടിക്കണം. ഇതിന്റെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കണം. എങ്ങനെയാ ഞാൻ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കുക? ദാറ്റ് ഈസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഇത് x1 y1 z1 ആണെങ്കിൽ ഇത് x2 y2 z ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കുക. x2 - x1 into i plus y2 - y1 into j plus z2 - z1 into k. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? നമുക്ക് പൊസിഷൻ വെക്ടർ പഠിച്ചിട്ടുള്ളതാണ്. ഇത് 1 എന്നുള്ള പോയിന്റ് ആണെന്ന് വിചാരിക്കും, ഇത് 2 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടുത്തെ കോർഡിനേറ്റ് എങ്ങനെ വരും? x1 y1 z1. ഇത് x2 y2 z2. അങ്ങനെയാണെങ്കിൽ പൊസിഷൻ വെക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? x2 - x1 into i plus y2 - y1 into j plus z2 - z1 into k. ഇതാണ് പൊസിഷൻ വെക്ടർ. ഇനി അപ്പൊ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ എങ്ങനെ വേണം? ഇതേ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എന്ത് വരും? x2 - x1 ന്റെ സ്ക്വയർ പ്ലസ് y2 - y1 the whole square plus z2 - z1 the square. ഇതാണ് യൂണിറ്റ് വെക്ടറിന്റെ ഫോർമുല. ദ യൂണിറ്റ് വെക്ടർ എല്ലാം ഒരേ. അപ്പൊ ഞാൻ 1 by 1 ആയിട്ട് ചെയ്തു തരാം. One minute കേട്ടോ. വിസിബിൾ അല്ലേ ബോർഡ്? So here, so first one,
Coordinate of A is 2, 0, 2 ആണ്. ഇനി നമുക്ക് പോയിന്റ് എങ്ങനെയായിരുന്നു? This is our point. This is Z, this is Y, and this is x-axis. The point A is located here, and our diagram is like this. ഇങ്ങനെയല്ലേ നമ്മുടെ ഡയഗ്രാമിൽ നടന്നത്? ക്യൂബ് എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു. Here the position vector of A is 2, 0, 2. Now we are going to find out the force vector along OA. Force vector along OA is equal to the magnitude of the force acting in the direction OA into unit vector, that is dot product of unit vector. So നമുക്ക് ഈ വാല്യൂ നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട്? 500 ആണ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ യൂണിറ്റ് വെക്ടർ എലോങ് OA, അതായത് യു ക്യാപ് OA നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? യു ക്യാപ് എങ്ങനെ കണ്ടുപിടിക്കണം? അതിന് പകരം നമുക്ക് ഫോർമുല ഉണ്ടല്ലോ, ഏത്? ദാറ്റ് ഈസ് യൂണിറ്റ് വെക്ടർ എലോങ് OA ഈസ് ഈക്വൽ ടു, നമുക്ക് ഫോർമുല എന്തായിരിക്കും? ഇതാണ് നമ്മുടെ ഒറിജിൻ. ദിസ് ഇസ് അവർ ഒറിജിൻ O. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡയറക്ഷൻ OA. ഒറിജിന്റെ കോർഡിനേറ്റ് 0, 0. അപ്പൊ ഞാനിവിടെ ഫോർമുല എഴുതാണ് കേട്ടോ. XA മൈനസ് x0 plus YA minus into I, then minus Y0 into J plus ZA minus Z0, that is origin. അതാണ് O, ZO ആണ് കേട്ടോ, into K divided by ഒരു പൊസിഷൻ വെക്ടർ ആയി divided by square root of XA minus XO the square plus YA minus Y0 the square plus ZA minus Z0 the square. ഇതാണ് യൂണിറ്റ് വെക്ടറിന്റെ ഫോർമുല. സോ ഫസ്റ്റ് നമുക്ക് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ OA is equal to, ഇനി XAയുടെ വാല്യൂ എന്താ? 2, 0, 2 ആണല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ XA. XA 2, YA, ZA. ഇനി പറഞ്ഞേ XA is how much? XA is 2. So 2 correct ആണ് അമിത. 2 Xയുടെ വാല്യൂ എന്താ? 0 ആണ്. 0 into I plus YA minus Y0. Y0. YA ന്റെ വാല്യൂ എന്താ? 0 ആണ്. മൈനസ് 0 into J plus Z യുടെ വാല്യൂ എന്താ? 2 minus 0 into K. ഇപ്പൊ എനിക്ക് ഇത് കിട്ടി. ഡിവൈഡഡ് ബൈ ഇതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം അല്ലേ? ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. XA minus X0 the square, 2 minus 0 the square എന്ന് പറഞ്ഞാൽ 2 square ആ, പ്ലസ് 0 square പ്ലസ് എന്താ? അഗെയിൻ 2. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കി. അപ്പൊ എങ്ങനെ എത്ര കിട്ടുമെന്ന് നോക്കി നോക്കി. സിംപ്ലിഫൈ ചെയ്തേ. ആൻസർ നോക്കി എത്രയെന്ന് സിംപ്ലിഫൈ ചെയ്തു. വെക്ടർ യൂണിറ്റ് വെക്ടർ എലോങ് OA is equal to 2I plus 0J plus 2K divided by square root of 2 square plus 0 square plus 2 square, that is equal to 0.71I plus 0J plus 0.71K. That is equal to, that is unit vector along OA is equal to എന്ത് വരും? 0. simplify ചെയ്ത് കഴിഞ്ഞാൽ you will get the answer as 0.71I plus 0J plus 0.71K. So first one is over. First unit vector കിട്ടി. ഇനി നമ്മുടെ ഫോർമുല എന്തായിരുന്നു? That is force vector along OA. Force vector along OA is equal to 500 into dot അല്ലേ, the dot of എന്ത് വരും? 0.71I plus 0J plus 0.71K. ഇതാണ് വാല്യൂ. ഇപ്പൊ നമുക്ക് ഫോഴ്സ് വെക്ടർ കിട്ടി. ഇനി വേണമെങ്കിൽ നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഇത് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. Therefore force vector along OA is equal to 500 into 0.71I plus 0J plus 0.71K. Therefore you will get the answer as 355I plus 0J plus 355K. That is equal to
ഫോഴ്സ് വെക്റ്റർ എലോങ് OA is equal to എന്ത് വിടണം പറഞ്ഞു ആൻസർ 355I plus 0J plus 355K. ആ 0J എടുത്തില്ലേലും കുഴപ്പമില്ല, ബട്ട് തെറ്റാതിരിക്കാനാണ് ആ 0 തന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, 0. സോ ഫസ്റ്റ് സെഷൻ ഈസ് ആയിട്ട് കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കണം? നമ്മുടെ റിസൾട്ടന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റിസൾട്ടന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഓരോ ഡിറക്ഷനിൽ ഫോഴ്സ് വെക്ടർ വേണം. ഫോഴ്സ് വെക്ടർ എങ്ങനെ? ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഫോഴ്സ് വെക്ടർ? ഫോഴ്സ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വി റിക്വയർ ആ ഡിറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വേണം. ഇനി അതുപോലെ തന്നെ അവിടുത്തെ യൂണിറ്റ് വെക്ടറും വേണം. ആ യൂണിറ്റ് വെക്ടർ കിട്ടണമെങ്കിൽ എന്ത് വേണം? അതിന്റെ പൊസിഷൻ അറിഞ്ഞിരിക്കും. അപ്പൊ പൊസിഷൻ എങ്ങനെ കണ്ടുപിടിക്കും? അതിന്റെ ഫോർമുല എന്താ? ഏത് OA ആണെങ്കിൽ A മൈനസ് O എന്ന് വരാം അല്ലെ? XA മൈനസ് YA, X0, പിന്നെ YA മൈനസ് Y0, then ZA മൈനസ് Z0, അങ്ങനെയായിരിക്കും വരുന്നുണ്ടാവും. മനസ്സിലായോ? ക്ലിയർ ആയോ ഇത്രയും പറഞ്ഞത്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ ഹലോ ക്ലിയർ ആണോ കുട്ടികളെ? ഒന്ന് റിപ്ലൈ ചെയ്താൽ ഉപകാരമായിരുന്നു. Similarly, you can find out the force vector along other direction too. ഏതൊക്കെ ഫോഴ്സ് വെക്ടർ ഇൻ അതർ ഡിറക്ഷൻ? നമുക്കിപ്പോ FA കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ? ദാറ്റ് ഈസ് ഇനി FA ഈസ് ഓവർ, ഇനി FB ഉണ്ട്, FC ഉണ്ട്. അപ്പൊ അതും നമ്മൾ കണ്ടുപിടിക്കാം. എങ്ങനെയാ FB യും FC യും കണ്ടുപിടിക്കുക? ആ ഡയഗ്രാം ഒന്ന് നോക്കി, നിങ്ങൾ ഡയഗ്രാം ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഡയഗ്രാം എങ്ങനെ കണ്ടുപിടിക്കും? ഡയഗ്രാം നോക്കി. ഫോഴ്സ് വെക്ടർ along OB എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ഈസ് ഫോഴ്സ് ഇൻ ദ ഡിറക്ഷൻ OB, പിന്നെ ഇൻറ്റു എന്ത് വരും? യൂണിറ്റ് വെക്ടർ along OB. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ വീണ്ടും നമ്മൾ ചെയ്യണം. അപ്പൊ വീണ്ടും ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാ വരുന്നത് നോക്കാം. ഞാൻ ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ട് പറഞ്ഞു തരാം. സെക്കൻഡ് വൺ, ഫോഴ്സ് വെക്ടർ along force vector along OB. That is FOB is equal to force vector along OB is equal to force along OB into unit vector along OB ആണ്. അപ്പൊ ഫോഴ്സ് along OB എത്ര? നമുക്ക് 700 നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. That is given as 700 അല്ലെ കുട്ടികളെ? 700 അല്ലേ തന്നിരിക്കുന്നത്? അതെ, 700 ന്യൂട്ടൺ into യൂണിറ്റ് വെക്ടർ along OB കണ്ടുപിടിക്കണം. എങ്ങനെ യൂണിറ്റ് വെക്ടർ along OB കണ്ടുപിടിക്കുക? For that we have a formula OB അല്ലേ? അപ്പൊ ഫോർമുല എന്ത് വരും? XB minus XO into I plus YB minus YO into J plus ZB minus ZO into K divided by square root of XB minus XO the whole square plus YB minus YO the whole square minus ZB minus ZO the whole square. Now you have to calculate the positions of or coordinates of these values. ഈ കോർഡിനേറ്റുകളുടെ വാല്യൂ കണ്ടുപിടിക്കണം. XB എത്രയാ, XO എത്രയാ, YB എത്രയാ, YO എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് നമ്മുടെ ക്വസ്റ്റ്യൻ ഡയഗ്രാം നോക്കാം. എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഡയഗ്രാം തന്നിരിക്കുന്നത്? ഇങ്ങനെയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ഡയഗ്രാം തന്നിരിക്കുന്നത്. ഇത് X axis, this one is Y axis, and this has Z axis. The point is located here. ഇവിടെയായിരുന്നു B എന്നുള്ള പോയിന്റ് കിടന്നിരുന്നു അല്ലേ? ഇങ്ങനെയായിരുന്നു നമ്മുടെ ക്യൂബ് ഇരുന്നത്. ക്യൂബ് ഇങ്ങനെയല്ലേ ഇരുന്നിരുന്നത്? അതെ, ഈ ഒരു ക്യൂബിന്റെ ഡയഗ്രാം തന്നെ ഇങ്ങനെയായിരുന്നു. എന്നിട്ട് ഇതാ ഇങ്ങനെയായിരുന്നു വരച്ചിരുന്നത് ക്യൂബ്. ഇങ്ങനെയായിരുന്നു നമ്മുടെ ഡയഗ്രാം. ഇതാണ് നമ്മുടെ പോയിന്റ് B. So from this diagram, it is very clear that the point B is in which plane? Correct ആണ് അമിത പറഞ്ഞത്. ഏത് പ്ലെയിനിലാണ് കിടക്കുന്നത്? XY പ്ലെയിനിലാണ് കിടക്കുന്നത് അല്ലേ? The point B is located in XY plane അല്ലേ? XY പ്ലെയിനിലാണ് B എന്നുള്ള പോയിന്റ് കിടക്കുന്നത്. അപ്പൊ Z കോർഡിനേറ്റിന്റെ വാല്യൂ 0 ആണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും അല്ലേ? അപ്പൊ എനിക്ക് എന്ത് വേണം? ഇതിന്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ?
എക്സ് ബി വൈ ബി സെഡ് ബി. ഒറിജിനിൽ എക്സ് ആക്സിലേക്കുള്ള അതിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? ഒറിജിനിന്ന് വൈ ഡിസ്റ്റൻസ് എത്രയാണ്? ഒറിജിനിന്ന് സെഡ് ഡിസ്റ്റൻസ് എത്രയാണ്? അപ്പൊ നമുക്ക് സെഡിന്റെ വാല്യൂ 0 ആണ്. കാരണം എന്താ? സിൻസ് ദ പോയിന്റ് ബി ലൈസ് ഇൻ എക്സ് വൈ പ്ലെയിൻ. എക്സ് വൈ പ്ലെയിനിലാണ് പോയിന്റ് ബി കിടക്കുന്നത് അല്ലേ? അപ്പൊ ഇനി എന്ത് വേണം? എക്സ് ബി വൈ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സ് ബി ഒന്ന് നോക്കിയേ. ഒറിജിനിന്ന് ഞാൻ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോയി 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 ഞാൻ എവിടെ എത്തി? ഈ എക്സ് ആക്സിസിലേക്ക് ഇതിന്റെ നേരെയുള്ള ഡിസ്റ്റൻസിലേക്ക് എത്തി. ഈ പോയിന്റിന്റെ അവിടേക്ക് എത്തി. അപ്പൊ എത്രയായി ഡിസ്റ്റൻസ്? 2 മീറ്റർ ആണ്. സോ 2. ഇനി ഒറിജിനൽ ഞാൻ വൈ ആക്സിസ് വഴി പോവാണ്. അങ്ങനെ ഈ പോയിന്റിന്റെ അവിടെ എത്തണം എനിക്ക്. ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് ഞാൻ ജോയിൻ ചെയ്തു. അപ്പൊ അങ്ങനെയാണ് എനിക്ക് എത്തുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞ ക്യൂബിന്റെ സൈഡ് തന്നെ എത്രയാണ്? ദിസ് ഓൾസോ 2 മീറ്റർ. ഇതും എത്ര തന്നെയാണ്? 2 മീറ്റർ തന്നെയാണ്. സോ 2,0. ഒറിജിൻ ആയതുകൊണ്ട് ഒറിജിന്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0,0,0 ആണ്. കിട്ടിയോ എല്ലാവർക്കും? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ 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 54 സ്റ്റുഡൻസ് ഉണ്ട് ക്ലാസ്സിൽ. എനിക്ക് ആകെ ഇൻക്ലൂഡിങ് മീ 54 മെമ്പേഴ്സ് ആയിട്ട് എനിക്ക് ആകെ കിട്ടിയ റെസ്പോൺസ് എത്രയായിരുന്നു എന്നറിയോ? ക്ലിയർ ആയോ അല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ആകെ പറഞ്ഞത് 2 പേരാണ്. ബാക്കിയുള്ളവർ ഉറങ്ങാണോ അത് ഓൺ ചെയ്ത് വെച്ച് പോയോ എനിക്കറിയില്ല. ഓൺ ചെയ്ത് വെച്ച് പോവാനാണെങ്കിൽ എന്റെ ക്ലാസ് കയറണ്ടാട്ടോ. ഞാൻ കാര്യമായിട്ട് പറയുന്നത്. വെറുതെ അതെ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പൊ അതിലും ഭേദം നിങ്ങൾക്ക് പോയിക്കൂടെ? എന്തിനാ വെറുതെ എങ്ങനെ? വെറുതെ നെറ്റ് പോവും, കറണ്ട് പോവും. എത്ര കറണ്ട് നല്ല കറണ്ട് ബില്ലൊക്കെ കൂടുതലാണുള്ള സമയം. വെറുതെ എന്തിനാ ഫോണിന്റെ ചാർജ് കളയണ്ട? എന്തൊക്കെ കാര്യമില്ല, കണ്ണിന് സ്ട്രെയിൻ കൊടുക്കണ്ട. എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്? ഓക്കെ, നോക്ക്. നമ്മുടെ ഡയഗ്രത്തിൽ നോക്കിയാൽ തന്നെ അറിയാലേ ബി എന്നുള്ള പോയിന്റ് എവിടെ കിടക്കുന്നത്? ഞാൻ ഒന്നുകൂടെ പറയാം. ശരി, ഇതാണ് നമ്മുടെ വൈ ആക്സിസ്. ദിസ് ഇസ് മൈ വൈ ആക്സിസ്. ദിസ് ഇസ് അവർ എക്സ് ആക്സിസ്. ദ പോയിന്റ് ബി ഈസ് ലൊക്കേറ്റഡ് ഹിയർ. ഇവിടെയാണ് ബി എന്നുള്ള പോയിന്റ് കിടക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഏത് പ്ലെയിനിലാണ് കിടക്കുന്നത്? എക്സ് വൈ പ്ലെയിനിലാണ് കിടക്കുന്നത്. ഇതല്ലേ എക്സ് വൈയുടെ ഈ സ്പേസ് എന്ന് പറയുന്നത് എന്താ? എക്സ് വൈയുടെ സ്പേസ് ആണ് അല്ലേ? ഇത് എവിടെ കിടക്കുന്നത്? എക്സ് വൈ പ്ലെയിനിലാണ് കിടക്കുന്നത്. എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിന് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും മാത്രമേ ഉള്ളൂ. സെഡ് ഡിസ്റ്റൻസ് ഇല്ല. സെഡ് കോർഡിനേറ്റ് ഉണ്ടോ? ഇല്ല. മനസ്സിലായോ? അപ്പൊ നോക്കിയേ, അപ്പൊ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് സെഡ് കോർഡിനേറ്റിന്റെ വാല്യൂ 0 ആണ്. ഇനി ഞാൻ എക്സ് കോർഡിനേറ്റിന്റെ വൈ കോർഡിനേറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇതാണ് എന്റെ ഒറിജിൻ. ഞാൻ എക്സ് ആക്സിസ് വഴി ഒറിജിനിൽ നിന്ന് എക്സ് ആക്സിസ് വഴി ഇങ്ങനെ ട്രാവൽ ചെയ്യാം. ട്രാവൽ ചെയ്തപ്പോ ഇതാണ് ബിയുടെ പോയിന്റ്. ആ ബി ഇവിടെ ആയിട്ട് ഞാൻ പോയിന്റ്സ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? നമുക്ക് 2 മീറ്റർ ആണ്. കാരണം ഇവിടം വരെ ഞാൻ എത്തി. ഇതാണ് 2 മീറ്റർ. ക്യൂബിന്റെ സൈഡാണ് ഇത്. ഇതാണ് ക്യൂബ്, തന്നിരിക്കുന്ന ക്യൂബിന്റെ ഒരു സൈഡാണ്. അപ്പൊ 2 മീറ്റർ കിട്ടി. ഇനി എനിക്ക് വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെയാ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക? ഒറിജിനിൽ നിന്ന് ഞാൻ വൈ ആക്സിസ് വഴി ഇങ്ങനെ ട്രാവൽ ചെയ്യാം. അപ്പൊ ഇവിടെ എത്തിയപ്പോ ബി എന്നുള്ള പോയിന്റ് ഞാൻ ഇവിടെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുക. ഒന്ന് ഇതിലേക്ക് ഒന്ന് വരച്ച് വൈ ആക്സിസിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത ഈ പോയിന്റിന് ഇവിടെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുക. സോ ദിസ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വൺ ഓഫ് ദി സൈഡ് ഓഫ് ക്യൂബ് ആണ് അല്ലെ? അപ്പൊ അതും എത്ര തന്നെയാണ്? 2 മീറ്റർ ആണ്. യു നോ ദാറ്റ് ദ സൈഡ്സ് ഓഫ് ദ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ സൈഡും തന്നെ അത് ഈക്വൽ ആണ് അല്ലെ? അപ്പൊ അതൊരു ക്യൂബ് ആയിട്ട് നമുക്ക് കിട്ടി. നമുക്ക് 2 ഡയമെൻഷൻ ആണെങ്കിൽ സ്ക്വയർ ആയി, 3 ഡയമെൻഷൻ ആണെങ്കിൽ എന്തായി? അതൊരു ക്യൂബ് ആയിട്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അതിന്റെ എക്സ് കോർഡിനേറ്റ് 2 മീറ്റർ ആണ്, വൈ കോർഡിനേറ്റ് 2 മീറ്റർ ആണ്, സെഡ് കോർഡിനേറ്റിന്റെ വാല്യൂ 0 ആണ്. ഇനി എനിക്ക് ഒരു പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഇനി പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കുക? പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് ഒ ബി എന്നാണ് ഡയറക്ഷൻ എങ്കിൽ തിരിച്ചാ നമ്മൾ പൊസിഷൻ പറയാ. ബി ടു ഒ എങ്ങനെയാണ് ഡിസ്റ്റൻസ് പറയാം? ബി മൈനസ് ഒ അങ്ങനെയല്ലേ നമ്മൾ പറയാ? ഈ ഒരു ഡിസ്റ്റൻസ് 0, ഇതാണ് ഒറിജിൻ. ഇത് ഒരാള് ഇത്രയും വരെ ട്രാവൽ ചെയ്തു. ഇതാണ് ബി എന്നുള്ള പൊസിഷൻ. നമ്മൾ എങ്ങനെയാണ് ഡിസ്റ്റൻസ് പറയാ? ഇത് 2 മീറ്റർ ആണെന്ന് വിചാരിക്കും. ഇവിടെ എത്തിയപ്പോ 2 മീറ്റർ ആയി. ഇത് 0 ആണെന്ന് വിചാരിക്കും. ഡിസ്റ്റൻസ് ഇങ്ങനെ 2 മൈനസ് 0 അങ്ങനെയല്ലേ പറയാ പൊസിഷൻ? അതെ. അതുപോലെ തന്നെ ബി മൈനസ് ഒ. അപ്പൊ ഞാൻ ബി മൈനസ് ഒ എന്ന് പറയുമ്പോൾ എക്സ് ബി മൈനസ് എക്സ് ഒ ഇൻറ്റു ഐ പ്ലസ് വൈ ബി മൈനസ് വൈ ഒ ഇൻറ്റു ജെ പ്ലസ് സെഡ് ബി മൈനസ് സെഡ് ഒ ഇൻറ്റു കെ ഡിവൈഡഡ് ബൈ ഇതിന്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് യൂണിറ്റ് വെക്ടർ കിട്ടി. ഇതാണ് പൊസിഷൻ വെക്ടർ. മുകളിൽ എഴുതിയതാണ് പൊസിഷൻ വെക്ടർ. ഇനി അതിന് ഡിവൈഡഡ് ബൈ അതിന്റെ സ്ക്വയറും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി? യൂണിറ്റ് വെക്ടർ കിട്ടി. മനസ്സിലായോ? അപ്പൊ ഞാൻ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള വാല്യൂ പറഞ്ഞേ. ദാറ്റ് ഈസ്
unit vector along OB is equal to x b യുടെ വാല്യൂ എന്താ 2 minus 0 into I plus 2 minus 0 into j plus 2 minus 0 into k divided by ZB യുടെ വാല്യൂ 0 minus 0 ആണ് കേട്ടോ. 0 minus 0 into k divided by 2 square root of 2 square plus 2 square plus 0 square. That is equal to, നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് അറിയോ? That is unit vector along OB is equal to simplify ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ നോക്കിക്കോ. നേരത്തെ അതേ വാല്യൂ തന്നെയാണ്. 700 into 0.71. That is equal to 0.71 I plus 0.71 into j plus 0k. എനിക്കിനി ഫോഴ്സ് വെക്ടർ കണ്ടുപിടിക്കണം. That is, therefore, force vector along OB is equal to, എന്റെ ഫോർമുല എന്താ, magnitude of the force along OB dot product of എന്താ വന്നേ, vector along OB ആണ്. That is equal to 700 into, എനിക്ക് എന്ത് കൊടുക്കാം, 0.71 I plus 0.71 j plus എന്ത് കൊടുക്കാം, 0k. That is equal to, that is force vector along OB is equal to, force vector along OB is equal to, you will get the answer as, that is equal to 497 I plus 497 j plus 0k. Second one is also O. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഫോഴ്സ് വെക്ടർ along OC. ഫോഴ്സ് വെക്ടർ, third one, force vector along OC. Force vector along OC. The force vector along OC, force vector along OC is equal to magnitude of the force in the direction OC into unit vector along OC. അത് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് ഫോഴ്സ് ഇൻ ദ ഡിറക്ഷൻ OC is equal to 800 ആണ് തന്നിട്ടുണ്ട്. യൂണിറ്റ് വെക്ടർ along OC കണ്ടുപിടിക്കുന്ന യൂണിറ്റ് വെക്ടറിന്റെ ഫോർമുല എന്തായിരുന്നു നമുക്ക്? ദാറ്റ് ഈസ് XC minus XO into I plus YC minus YO into J plus ZC minus ZO into K divided by square root of XC minus X naught the whole square plus YC minus YO the square plus ZC plus ZC minus ZO the whole square. So this is what term and this is the unit vector along OC direction ആണ് അല്ലേ. അപ്പൊ നമുക്ക് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാം. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം, നമുക്ക് പൊസിഷൻ അറിഞ്ഞിരിക്കണം അല്ലേ. എങ്ങനെയാ പൊസിഷൻ കണ്ടുപിടിക്കുക? നമ്മുടെ ഡയഗ്രാം ഒന്ന് നോക്കിയേ. എങ്ങനെയായിരിക്കും നമ്മുടെ ക്യൂബ് തന്നിരിക്കുന്നത്? ക്യൂബിൽ എങ്ങനെയായിരുന്നു പൊസിഷൻ തന്നിരിക്കുന്നത്? സിയുടെ പൊസിഷൻ ഇതായിരുന്നു നമ്മുടെ ഡയഗ്രാം. This will be our, this is z axis, this is y axis, and this one is x axis. The point C is located here. ഇവിടെയാണ് പോയിന്റ് C കിടന്നിരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഡയഗ്രാം എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾ. ഇങ്ങനെയായിരുന്നു നമ്മുടെ ക്യൂബ് കിടന്നിരുന്നത്. ഇതായിരുന്നു നമ്മുടെ ക്യൂബ്. The point C is here only. ഇവിടെയാണ് സിയുടെ പോയിന്റ്. അതിന് എങ്ങനെ പൊസിഷൻ കൊടുക്കുക? XC, YC, ZC അല്ലേ. So from this diagram it is very clear that the point C is located in which plane or lies in which plane, that is YZ plane. Correct ആണ് ഇത്. YZ or ZY plane ആണ്. അപ്പൊ അതിന്റെ x coordinate ഉണ്ടാ ഇല്ല. x coordinate ന്റെ വാല്യൂ എന്താ? 0 ആയിരിക്കും.
കറക്റ്റ് ആണ് അക്ഷയ്. അപ്പൊ അതിന്റെ കോർഡിനേറ്റ് എങ്ങനെ വരും? എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂ 0 ആണ്. ഇനി വൈ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഒറിജിനീന്ന് ഞാൻ വൈ ആക്സസ് വഴി ഇങ്ങനെ ട്രാവൽ ചെയ്യാം. ട്രാവൽ ചെയ്തപ്പോ ഇവിടെ എത്തുമ്പോഴാണ് ഈ സെഡാക് ഈ സി എന്നുള്ള പോയിന്റിൽ നിന്ന് നേരെ ഒരു പെർപെൻഡിക്കുലർ ഇവിടേക്ക് വരയ്ക്കുക, വൈ ആക്സിസിലേക്ക് വരയ്ക്കുക. അപ്പോൾ ഈ ഓയിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വൈ ആക്സിസ് വഴി പോയി കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴാണ് അത് മീറ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എന്താ? ക്യൂബിന്റെ ഹൈറ്റ് അല്ലേ? എത്രയത്? 2 മീറ്റർ ആണ്. അപ്പൊ എനിക്ക് വൈയുടെ വാല്യൂ 2 എന്ന് കിട്ടി. ഇനി കോമ സെഡിലേക്ക് പോകും. ഞാൻ എന്ത് ചെയ്യാണ്? ഈ സി നേരെ സെഡ് ആക്സിസിലേക്ക് ഒരു ലൈനിങ് വരയ്ക്കുക. എന്നിട്ട് ഞാൻ ഒറിജിനിലാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. ഒറിജിനിന് കാരണം ഓ സെഡ് ആണ്. അപ്പൊ ഓ വഴി ഞാൻ ഇങ്ങനെ സെഡ് ആക്സിസ് വഴി പോവാണ്. ഇവിടെ എത്തുമ്പോഴാണ് ഞാൻ ഈ സി പോയിന്റിലെ പ്രൊജക്ഷൻ ആയിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ഓൾസോ ദ ക്യൂബിന്റെ ഒരു സൈഡാണ്. അപ്പൊ സെഡ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? 2 മീറ്റർ തന്നെയാണ്. അപ്പൊ ഇതിന്റെ പൊസിഷൻ എത്രയാ? 0,2,2. ഇനി ഒറിജിന്റെ കോർഡിനേറ്റ് എപ്പോഴും എന്തായിരിക്കും? 0,0,0. So that I can calculate the position vector of OC, that is U. UOC is equal to എന്ത് വരും കുട്ടികളെ? That is xc minus yo എന്നാണ്. That is 0 minus 0 into I plus 2 minus 0 into J plus 2 minus 0 into K divided by square root of എന്ത് വരും എനിക്ക്? 0 square plus 2 square plus 2 square root. That is equal to, that is 0I plus 0.71K plus 0.71, so the 7J ആണ് ട്ടോ അവിടെ, plus 0.71K. Therefore, force vector along OC is equal to, that is എത്രയായിരുന്നു ആൻസർ? എത്ര? 900 അല്ലേ? $800 ആണ്. That is 800 into 0I plus 0.71J 0.71K. That is equal to force vector along, therefore force vector along OC is equal to, you will get the answer as 0I plus 569J plus 569K. അപ്പൊ എനിക്ക് എല്ലാ ഡയറക്ഷനിലും ഫോഴ്സ് വെക്ടർ കിട്ടി. ദാറ്റ് ഈസ് ഫോഴ്സ് വെക്ടർ എലോങ് OA, ഫോഴ്സ് വെക്ടർ എലോങ് OB ആൻഡ് ഫോഴ്സ് വെക്ടർ എലോങ് OC എനിക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് കണ്ടുപിടിക്കാലോ. റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ എന്ത് പഠിച്ചാൽ മതി? ഈ ഫോഴ്സ് വെക്ടർ എല്ലാം ആഡ് ചെയ്താൽ മതി. Therefore, resultant force R is equal to, therefore magnitude of the resultant force, magnitude അല്ലല്ലോ, resultant force is equal to magnitude ആയിട്ടില്ല. Therefore, resultant force vector ഞാൻ കണ്ടുപിടിക്കണം. Resultant force R is equal to force vector along OA plus force vector along OB plus force vector along OC. എല്ലാ ഫോഴ്സ് വെക്ടറും ഞാൻ ആഡ് ചെയ്യാം. That is equal to, R is equal to എന്തായിരിക്കും? OA ഡയറക്ഷനിലെ ഫോഴ്സ് വെക്ടർ നമ്മുടെ എന്തായിരുന്നു? OA ഡയറക്ഷൻ that is 355I ആയിരുന്നു. 355I plus 0J plus 355K ആണ്. K. ഇനി ഫോഴ്സ് വെക്ടർ along BOB എന്തായിരുന്നു? That is 497I plus 4 plus 497J plus 0K ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞു. പ്ലസ് ഫോഴ്സ് വെക്ടർ along OC എത്രയായിരുന്നു? ഫോഴ്സ് വെക്ടർ along OC that is 0I plus 569J plus 569K. അപ്പൊ എല്ലാം കിട്ടിയില്ലേ? എല്ലാ ഫോഴ്സ് വെക്ടറും ഞാൻ ആഡ് ചെയ്യും. എങ്ങനെ ആഡ് ചെയ്യാം? നമ്മൾ ഒരുപോലത്തെ മെമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യാം. 355I, 497I, 0I. Therefore, you will get the answer as, that is resultant force vector ആണ് ട്ടോ. R is equal to, resultant force R is equal to, നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയോ? By on simplifying this term, you will get 852I plus 1066J plus 924K. ഇപ്പൊ നമുക്ക് റിസൾട്ടന്റ് ഫോഴ്സ് വെക്ടർ കിട്ടിയിട്ടുള്ളൂ, റിസൾട്ടന്റ് ഫോഴ്സ് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? മാഗ്നിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക? Therefore, magnitude of the resultant force is equal to magnitude നമ്മൾ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും IJ
ടേമിലാണോ പറയുന്നത്? അല്ല, ഒരു നമ്പറിന്റെ ടേമിലാണ് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് 852. എല്ലാ കോഎഫിഷ്യന്റ് സ്ക്വയർ എടുത്ത് 852 സ്ക്വയർ പ്ലസ് 1066 സ്ക്വയർ പ്ലസ് എന്ത് വരും? 924 സ്ക്വയർ. അത്രയാണ് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1648 ന്യൂട്ടൺ. ഇതാണ് നിങ്ങളുടെ ആൻസർ. Magnitude of the resultant force R is equal to magnitude of the resultant force R is equal to 1648 Newton. This will be the answer. ക്ലിയർ ആയ കുട്ടികളെ? അപ്പൊ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഓരോ ഡയറക്ഷനിലെ ഫോഴ്സ് വെക്ടർ കണ്ടുപിടിച്ചു. സിംപ്ലി യു ക്യാൻ ആഡ് ദിസ് ഇക്വേഷൻ. therefore you will get the resultant force. റിസൾട്ടന്റ് ഫോഴ്സ് കഴിഞ്ഞ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കോഎഫിഷ്യന്റ് സ്ക്വയർ ചെയ്യണം. എങ്കിൽ മാത്രമാണ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. എപ്പോഴും ഓർക്കാം, മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സം നമ്പർ അല്ലെ. നമ്മൾ 35 ന്യൂട്ടൺ 45 ന്യൂട്ടൺ നമ്മൾ എപ്പോഴും നമ്പർ ആണ് പറയാം മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഫോഴ്സ് 45 ന്യൂട്ടൺ നമ്മൾ പറയാറുണ്ടോ? 45 ജെ ന്യൂട്ടൺ നമ്മൾ പറയാറുണ്ടോ? ഇല്ല. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓൾവേസ് ഇൻ നമ്പർ അല്ലെ. അപ്പൊ ആ നമ്പർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കോഎഫിഷ്യന്റ്സിന്റെ അതിന്റെ സ്ക്വയർ റൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി റിസൾട്ടന്റ് ഫോഴ്സ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വി ഹാവ് വൺ മോർ ക്വസ്റ്റ്യൻ. എന്തായിരുന്നു വൺ മോർ ക്വസ്റ്റ്യൻ? ഡിറ്റർമൈൻ ദ റിസൾട്ടന്റ് ഫോഴ്സസ്. ഇതിൽ ഡയറക്ഷൻ ചോദിച്ചിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാം. ഇവർ ഇതിൽ ഡയറക്ഷൻ കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്താ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് cos θ x is equal to sigma f is equal to ഞാൻ പറഞ്ഞുതരാം rx. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാം. ഡയറക്ഷൻ നമുക്ക് എന്തായിരുന്നു? ഫോർമുല എന്തായിരുന്നു? എഫ് എക്സ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ എന്നായിരുന്നു ഫോർമുല അല്ലെ. ഇവിടെ നമുക്ക് എന്താ? കമ്പോണന്റ് ഓഫ് ദ റിസൾട്ടന്റ് ഇൻ എക്സ് ഡിറക്ഷൻ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെ, ആർ കോസ് തീറ്റ. ഇങ്ങനെ എഴുതാം, ആർ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. കോസ് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ അപ്പൊ എന്ത് ചെയ്യും? ആർ എക്സിന്റെ വാല്യൂ എന്താ? 852 ഡിവൈഡഡ് ബൈ ആറിന്റെ വാല്യൂ എന്താ? 1648. cos theta is equal to 852 divided by 1648. Therefore theta is equal to cos inverse 852 divided by 1648. അങ്ങനെ ഓരോന്നിന്റെയും കണ്ടുപിടിക്കുക കേട്ടോ. നോക്കിയേ, നമ്മുടെ ഫോർമുല സിഗ്മ എഫ് എക്സിന് പകരമാണ് നമ്മൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ആർ എക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. സിഗ്മ റിസൾട്ടന്റ് ഫോഴ്സിന് പകരമാണ് 1648 എന്ന് യൂസ് ചെയ്തത്. മനസ്സിലായോ? വേണമെങ്കിൽ ഓരോ ഡയറക്ഷനും കൂടെ കണ്ടുപിടിച്ചോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയ കുട്ടികൾ എല്ലാവർക്കും? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. എപ്പോഴും ചോദിക്കാറുണ്ട് ഫോഴ്സിന്റെ വാല്യൂ. ഞാൻ അറ്റൻഡൻസ് ഒന്ന് നോട്ട് ചെയ്യട്ടെ. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ ആണത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഈ പോസ്റ്റിന്റെ ഈ പ്രോബ്ലം എപ്പോഴും എക്സാമിന് ചോദിക്കുന്നത് വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഈ പോസ്റ്റിന്റെ പ്രോബ്ലം. അതും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ കോർഡിനേറ്റ് നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കാം. എ പോസ്റ്റ് ഈസ് ഹെൽഡ് in vertical position by 3 cables AB, AC, AD as shown in figure. If the tension in the cable AB is 40 Newton, calculate the required tension in AC, AD so that the resultant of the 3 forces applied at A is vertical. എന്താ തന്നിരിക്കുന്നത്? നമുക്ക് കണ്ടീഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ഒരു പോസ്റ്റ് ഉണ്ട്, നമുക്ക് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് എങ്ങനെ ഒരു കണ്ടീഷൻ നിങ്ങൾ കണ്ടു കാണും. ഒരു പോസ്റ്റ്, ഈ പോസ്റ്റിന് 3 കേബിൾസ്, ഇതാണ് സെൻട്രലിൽ പോസ്റ്റ് കൊടുത്തിരിക്കുന്നത്, ഇതാണ് പോസ്റ്റ്. ഈ പോസ്റ്റിന് 3 കേബിൾസ് അല്ലെങ്കിൽ 3 വയേഴ്സ് വെച്ചിട്ട് 3 വയേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. 3 വയേഴ്സ്, ദീസ് ആർ ദ 3 വയേഴ്സ്. അങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഓരോ സ്ട്രിങ്ങിലും വരുന്ന ടെൻഷൻ അവർ പറയുന്നുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? യു നോ ദാറ്റ് വിച്ച് ഫോഴ്സ് ഇസ് ഏത് സബ്ജക്റ്റഡ് ഇൻ എ വയർ, ഏത് ഫോഴ്സ് ആയിരിക്കും വരുന്ന ഒരു വയറിൽ? ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും വരിക അല്ലെ.
അപ്പോൾ ഒരു വയറിൽ വരുന്ന എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ടെക്സൈൽ ഫോഴ്സ് ആണ്. അപ്പൊ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? എ പോസ്റ്റ് ഇസ് ഹെൽഡ് ഇൻ വെർട്ടിക്കൽ. വെർട്ടിക്കൽ ആയിട്ട് ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? 3 ഡിറക്ഷനിലേക്ക് അതിനെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. എന്ത് വെച്ചിട്ടാണ്? 3 കേബിൾസ്. കേബിൾസ് നെയിം കൊടുത്തിട്ടുണ്ട് AB, AC, AD. എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഒരു കേബിളിലെ മാത്രം ടെൻഷൻ തന്നിട്ടുണ്ട് എയില്. എത്രയാത്? 14 ന്യൂട്ടൺ ആണ് അതിലെ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ AC-യിലെയും AD-യിലെയും ടെൻഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം. യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ ടെൻഷൻ ഇൻ ദി അതർ കേബിൾ. സോ അതർ കേബിളിൽ കണ്ടുപിടിക്കും. So that അവരൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. The resultant of the 3 force applied A is vertical ആണ്.